നല്ല രുചിയുള്ള ഒരു വെജിറ്റേറിയൻ കൂട്ടാനാണ് കായപ്പുളിക്കുത്തി. അതിന് വേണ്ടി ഞാൻ 3 ഏത്തയ്ക്ക തൊലി കളയാതെ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് ഇതിൻ്റെ കറ കളഞ്ഞെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ പച്ചരിയാണ് ചേർത്തിരിക്കുന്നത്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, അതുപോലെ തന്നെ ഉഴുന്നുപരിപ്പ്, കായം, ഉലുവ, മുളക്, കറിവേപ്പില കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇനി നമുക്കിത് തണുത്ത് വന്നതിന് ശേഷം ഒന്ന് പൊടിച്ചു കൂടി എടുക്കണം കേട്ടോ. വേറൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കടുക്, ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി കൂടിയിട്ട് ഈ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ ഉണ്ടല്ലോ അതുകൂടിയിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണേ. ഇതിലേക്ക് ഒരു നാരങ്ങ വലിപ്പത്തിൽ വാളംപുളി പിഴിഞ്ഞതും ഉപ്പും 1 കഷ്ണം ശർക്കരയും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലപ്പൊടി ഉണ്ടല്ലോ അതുകൂടി ഇതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല എരിവും പുളിയും മധുരം എല്ലാം ഉള്ള നമ്മുടെ കായപ്പുളിക്കുത്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ.